സെബാസ്റ്റ്യൻ പോൾ, തോൽവിക്ക് ശേഷം തിരുത്തലുകൾ ഉണ്ടാകും, പഠിക്കും, ജനങ്ങളെ കേൾക്കും, നിർഭയമായി വിമർശിക്കാം എന്നൊക്കെ നമ്മൾ കേട്ടിരുന്നു. പക്ഷേ ഇവിടെ നോക്കൂ, നേതാക്കൾ തന്നെ ഏറ്റവും ആദ്യത്തെ നേതൃനിരയിലുള്ള നേതാക്കൾ തിരുത്തുമ്പോൾ, മറിച്ചൊരു അഭിപ്രായം പറയുമ്പോൾ ഉടനെ വെട്ടുകയാണ്. പിന്നെ എങ്ങനെ മാറും? പിന്നെ എങ്ങനെ തിരുത്തും? അല്ല, ഓരോ പ്രാവശ്യവും ഒരു പരാജയം സംഭവിക്കുമ്പോൾ പാർട്ടിയുമായി ബന്ധപ്പെട്ട് കേൾക്കുന്ന വാക്കാണ് തിരുത്ത് എന്നുള്ളത്. തെറ്റ് തിരുത്തൽ, തിരുത്തി ഞങ്ങൾ മുന്നോട്ട് പോകും എന്നൊക്കെ പാർട്ടി പറയാറുണ്ട്. വളരെ ആശ്വാസകരമായ ഒരു വാക്കാണത് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ CPM-നെ സംബന്ധിച്ച് അത് ഏത് രീതിയിൽ നടപ്പാക്കുന്നു, ഏത് രീതിയിലുള്ള തിരുത്തലുണ്ടാകുന്നു, ഏത് രീതിയിലുള്ള പരിശോധന നടന്നു എന്ന കാര്യങ്ങളിലൊന്നും വ്യക്തത ഉണ്ടാവാറില്ല. ഇവിടെ ഇപ്പോൾ കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നത് 10 വർഷം തുടർച്ചയായ ഭരണം എന്നത് അത് അഭൂതപൂർവമായൊരു സംഭവമാണ്. ആ അവസരം CPM-ന് കിട്ടി. അതിനുശേഷം വീണ്ടും 15 വർഷം എന്നൊരു റെക്കോർഡിലേക്ക് കടക്കാൻ ശ്രമിച്ചപ്പോഴാണ് അത് നടക്കാതെ പോയത്. അത് അത്രയേറെ നിരാശപ്പെടേണ്ടതായ ഒരവസ്ഥയല്ല. അങ്ങനെയുള്ളൊരു പരാജയവുമായിരുന്നില്ല അത്. പക്ഷെ അത് പാർട്ടിയെ വല്ലാതെ തളർത്തിയിരിക്കുന്നു. CPM-നെ സംബന്ധിച്ച് ഒരിക്കലും ഉണ്ടാകാത്തതാണത്. ഓരോ തോൽവിയിൽ നിന്നും കൂടുതൽ ഊർജം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനമാണത്. പക്ഷെ ഇവിടെ ഇപ്പോൾ പാർട്ടി തളരുകയാണ്. പാർട്ടിക്ക് പലതരത്തിലുള്ള ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകുന്നു. പ്രതിപക്ഷ നേതാവായി മുൻ മുഖ്യമന്ത്രി വന്നതുപോലും ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥയുണ്ട്. ആ പ്രതിപക്ഷ നേതാവിന് അദ്ദേഹത്തെ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത് ഏറ്റുപറയാൻ മാത്രം ഉള്ള ഒരു ബാധ്യത അങ്ങനെയാണല്ലോ പൊതുവെ പാർട്ടിക്കുള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തമായ ചില കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട്. നിയമസഭയിൽ തന്നെ മുൻ ധനമന്ത്രി ബാലഗോപാൽ LOP-യോട്, അതായത് പ്രതിപക്ഷ നേതാവിനോട് ഒരു ശാസനാസ്വരത്തിൽ ചില ഒരു പ്രതികരണം നടത്തുകയുണ്ടായി. അതുപോലെ ഇപ്പോൾ പുറത്ത് പല കാര്യങ്ങളിലും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ വരുന്നു. ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ വിഴിഞ്ഞത്തൊരു ഉദ്യോഗസ്ഥയ്ക്കുണ്ടായ സ്ഥലം മാറ്റം. അത് നമ്മെ സംബന്ധിച്ച് ഇത്ര വലിയ ചർച്ച ചെയ്യേണ്ട കാര്യമല്ല. അത് CPM അതിന് വലിയ വിഷയമാക്കേണ്ട ആവശ്യവുമില്ല. പക്ഷേ ഇപ്പോൾ ഒരു ഉദ്യോഗസ്ഥയുടെ, അത് ഉയർന്ന ഉദ്യോഗസ്ഥ തന്നെയാണ്, അവരുടെ സ്ഥലം മാറ്റത്തിൽ ചില പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ പാർട്ടിയുടെ സമുന്നതരായ 3 നേതാക്കൾ തന്നെ ഇപ്പോൾ നടത്തിക്കഴിഞ്ഞു. ഇനിയും മറ്റു പലർക്കും വ്യത്യസ്തമായി മറ്റു പലതും പറയാനുണ്ടാകും. അത് അങ്ങനെയല്ല പോകേണ്ടത്. പാർട്ടിക്ക് ഒരു വ്യക്തത വേണം. വിഴിഞ്ഞം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. വിഴിഞ്ഞം എന്നത് കരാർ വ്യവസ്ഥകൾ ലംഘിച്ചുകൊണ്ട് അതിനൊരു കൈമാറ്റം നടക്കാൻ പോകുന്നു എന്ന വാർത്ത വരുമ്പോൾ അക്കാര്യത്തിലാണ് CPM-ന് ജാഗ്രത ഉണ്ടാവേണ്ടത്. അവിടെ MD-യുടെ കസേരയിൽ ആരിയിരിക്കുന്നു എന്നത് പാർട്ടിയെ സംബന്ധിച്ച്, ഒരു പ്രതിപക്ഷ പാർട്ടിയെ സംബന്ധിച്ച് ഇപ്പോൾ അതൊരു പ്രശ്നമേ ആക്കേണ്ട കാര്യമില്ല. അപ്പോൾ മൗലികമായ പ്രാധാന്യമർഹിക്കുന്ന വിഷയങ്ങളുള്ളപ്പോൾ അവിടെ കൃത്യമായ നിലപാട് എടുക്കാൻ കഴിയാത്ത രീതിയിൽ എപ്പോഴും ഒരു ചോദ്യം തിരിച്ചെപ്പോഴും വരും. നമ്മൾ ഒരു വിരൽ ചൂണ്ടുമ്പോൾ 3 വിരൽ നമ്മിലേക്ക് തന്നെ എന്ന് പറയാറില്ലേ, എന്നതുപോലത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ LDF അല്ലെങ്കിൽ CPM എത്തി നിൽക്കുന്നത്. അത് PM ശ്രീ ആയാലും ഇതുപോലെ വിഴിഞ്ഞം ആയാലും അല്ലെങ്കിൽ മറ്റേത് വിഷയമായാലും ഒരു ചോദ്യം അങ്ങോട്ട് ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിൻ്റെ ഒരു മാറ്റൊലിയെങ്കിലും തിരിച്ചു വരുന്ന ഒരവസ്ഥയിൽ കാര്യങ്ങൾ നിൽക്കുകയാണ്. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ കുറേ കൂടി വ്യക്തത വരുത്തിക്കൊണ്ട് എല്ലാവർക്കും പാർട്ടി അണികൾക്കും അംഗങ്ങൾക്കും സ്വീകാര്യമാകുന്ന രീതിയിലുള്ള നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് ആ രീതിയിൽ ഈ പാർട്ടിയെ, പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രതിപക്ഷ നേതാവിന് കഴിയണം. കാരണം ഇപ്പോൾ അദ്ദേഹമാണ് നേതാവ്. പക്ഷെ അത് കഴിയാത്ത രീതിയിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തെ അതിന് അനുവദിക്കാത്ത രീതിയിൽ വിമത ശബ്ദങ്ങൾ ധാരാളമായി കരുത്താർജിക്കുന്ന സാഹചര്യവും അവസ്ഥയും നമ്മൾ കാണുന്നുണ്ട്. ശരി.